Hello, good morning. Welcome to Garden Foods. This is a place where nature's bounty meets innovation. Here is a place where I and my team join our hands together and ask the Lord for His blessings, and we move forward for the business on a daily basis. Come, let's sit. Take your seat. I will explain to you more about the fact. I'm Gordon. I'm the co-founder of Garden Foods. People misunderstand Garden Foods and Gordon. Actually, it is God and Foods. And this is a second generation business. My dad was doing this business earlier. I was previously working in Kuwait for the past 20 years as a retail manager, and I'm back with my family. I've got 3 kids, my wife along with me. We have taken over this business with an intention of producing hygienically prepared dry fishes and its byproducts, and to give a lot of employment to the people around the factory. And we are so happy that God has allowed us to start up this business again in a much more better environment. I will introduce my father, who's the founder of this business, and my wife, who's the proprietor of this business. My father's name is Norbert Thomas, and my wife's name is Clotilda Pereira. എൻ്റെ പേര് നോർബർട്ട് തോമസ്. ഞാൻ കളത്തറ കാട്ടിപ്പറമ്പ് ദേശത്ത് താമസിക്കുന്നു. എനിക്കിപ്പോൾ 78 വയസ്സായി. എനിക്ക് 4 മക്കളുണ്ട്, 3 ആണും 1 പെണ്ണും. 1984 എൻ്റെ മകളുടെ പേരിൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത്. യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഒന്ന് ഫോർട്ട് കൊച്ചി പോകാൻ ഇടയായി. ഞാൻ അവിടെ ചെന്നപ്പോൾ ധാരാളം തെള്ളിച്ചമ്മൻ കണ്ടു. പൂവാലും തെള്ളിച്ചമ്മനായിരുന്നു. ഞാനൊരു 20 കിലോ വാങ്ങി എൻ്റെ ഡ്രയറിൽ വെച്ച് ഉണക്കി. നേരം വെളുത്ത് ഡ്രയർ തുറങ്ങി നോക്കിയപ്പോൾ അത്ഭുതകരമായിട്ട് ആ എല്ലാ ചെമ്മിനും സ്വർണം നിറം പോലെ ഇരിക്കണം. ഞാനും എൻ്റെ ഭാര്യയും കൂടി കിള്ളി പാക്ക് ചെയ്ത് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് കുറേ നേരം കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം തീർന്നു. കടക്കാർക്ക് വളരെയധികം സന്തോഷമായി. എന്നോട് വീണ്ടും കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ എന്നോട് പറഞ്ഞു. എൻ്റെ മകൻ ഗോർഡൻ നോർബർട്ട് കുവൈറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഈ ബിസിനസ് തുടങ്ങാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ ബിസിനസ്സിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നും ഉറക്കം നിൽക്കണമെന്നും എല്ലാം ഞാൻ പറഞ്ഞ് അവനെ മനസ്സിലാക്കി. അവൻ അതെല്ലാം നിസ്സാരമായി കാണുകയും അതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റിയോടുകൂടി, അതായത് 500 കിലോ കപ്പാസിറ്റിയോടുകൂടി വളരെ വൃത്തിയോടുകൂടി ചെയ്യുവാനായിട്ട് അതിനിപ്പോൾ സാധിക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളം ഹൈജീനിക്കായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കയറി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. Hi, my name is Clotilda Pereira, and I'm the sole proprietor of Garden Foods. My husband is Gordon Norbert, and I'm a mother of 3 beautiful children, Nathaniel, Moses, and Heavenly. This business was started by my father-in-law, Mr. N.T. Norbert, with lots of love, care, and prayers. I was born and brought up in Kuwait, and I have worked as a retail store manager, and I have an experience of 18 years in business. The vision of our company is to create employment for the locals and also to bring the authentic flavors of Kerala into all of your homes. Along with my father-in-law and my husband Gordon Norbert, we wish to have you celebrate our success with Garden Foods. Thank you. ഇന്നത്തെ ഡെലിവറി വന്നിട്ടുണ്ട്. 300 കിലോ ഫ്രഷ് ഷ്രിമ്പാണ് ലോക്കൽ ഫാംസിൽ നിന്നുള്ളത്. ഈ ഞങ്ങളുടെ ഫാക്ടറിയുടെ ചുറ്റുമുള്ള ഫാംസിൽ നിന്നുള്ള ലോക്കൽ ഷ്രിംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രഷ് ഷ്രിംസ് ആണ് വന്നിരിക്കുന്നത്. റിസീവ് ചെയ്ത ഷ്രിംസ് എല്ലാം നന്നായി കഴുകി 5-6 തവണ ശുദ്ധവെള്ളത്തിൽ കഴുകി അതിലുള്ള അഴുക്കുകളെല്ലാം നീക്കം ചെയ്ത് അതിനുശേഷം അത് നെക്സ്റ്റ് പ്രോസസ്സായ സാലിനേഷനിലേക്ക് പോകും. പ്രോസസ്സ് 3 ഇത് നമ്മുടെ സാലിനേഷൻ പ്രോസസ്സാണ്. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ റോ മെറ്റീരിയൽ ഈട് നിൽക്കുവാനും
പെട്ടെന്ന് അതിൻ്റെ ബാക്ടീരിയാസ് ചത്തുപോകാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് സലൈൻ വാട്ടറിലേക്ക് ഉപ്പ് കലക്കിയിട്ട് സലൈൻ വാട്ടറിലേക്ക് ഷ്രിംപ് ഇടുന്നു. സാലിനേഷൻ പ്രോസസ്സിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉണക്കാനുള്ള മെഷീനിലേക്ക് ലോഡ് ചെയ്യാൻ ലിഫ്റ്റിലൂടെ മുകളിൽ പോയി മെഷീനിൽ ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മളുടെ 6 മണിക്കൂർ ശേഷം ഡ്രൈയിങ് പ്രോസസ്സിന് ശേഷം നമ്മളിതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്ഷൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡ്രൈനെസ്സും അതിൻ്റെ ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്തോരം ഉണങ്ങിയിട്ടുണ്ട്, ഇത് ഓവറായിട്ട് ഡ്രൈ ചെയ്യാനും പാടില്ല, അണ്ടറായിട്ടും ഡ്രൈ ചെയ്യാൻ പാടില്ല. ഇത് അതിൻ്റെ കറക്റ്റ് മെഷർ ഉണ്ട്. അതിൻ്റെ കളർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ റെഡിഷ് കളർ ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഡ്രൈനെസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. റെഡിഷ് കളർ ഇസ് വൺ ഓഫ് ദി കീ ഫാക്ടർ ഓഫ് ക്വാളിറ്റി. സെക്കൻഡ് ഇസ് ഇറ്റ്സ് ഡ്രൈനെസ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അതിൻ്റെ ബ്രിട്ടിൽനെസ് ഓഫ് ഡ്രൈ ഇതാണ്. അതിൻ്റെ ബ്രിട്ടിൽനെസ് ഓഫ് ഡ്രൈ ഇതാണ്ട ഒടിഞ്ഞു പോയി വേണ്ട. സോ ദിസ് ഇസ് ഹൗ ബ്രിട്ടിൽ ഇറ്റ് ഷുഡ് ബി വെൻ ആഫ്റ്റർ ഡ്രൈയിങ്. പിന്നെ ഇതിൻ്റെ ഇനിയുള്ള പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ട്രേസിലേക്ക് മാറ്റി ട്രേസിൽ നിന്ന് നേരെ നമ്മുടെ ക്ലീനിങ് സെക്ഷൻ QC ആൻഡ് ക്ലീനിങ് സെക്ഷനിലേക്ക് പോകും. അവിടെ നിന്ന് ഹെഡ് ആൻഡ് ടെയിലും റിമൂവ് ചെയ്യുക. അതുപോലെ ഈ ഡിബ്രീസ് എന്ന ചെറിയ ചെറിയ ഡാമേജസ് ഉണ്ടാവും, അതെല്ലാം മാറ്റി ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം സെഗ്രിഗേറ്റ് ചെയ്ത് പാക്കിംഗ് റൂമിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടും. അതാണ് ഈ പ്രോസസ്സ്. ഈ ഇപ്പോൾ ഷ്രിംപ് മാത്രമല്ല, നമ്മൾ കൂടെ ആൻചോവീസ്, ഇതാണ് നമ്മളിവിടെ കാണുന്ന സൂചിക്കൊഴുവെ നമ്മൾ ഉണക്കാനിട്ടുണ്ടായിരുന്നു. യു ക്യാൻ സീ ദ കളർ, ദ ടെക്സ്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. അത് ക്ലോസപ്പിൽ കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. സീ ദ ഡ്രൈനെസ് ആൻഡ് ടെക്സ്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. പക്ക ക്ലീൻഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾക്കത് ഡ്രൈ ആയി കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ബ്രിട്ടിൽനെസ്. ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ കളർ ആൻഡ് ടെക്സ്ചർ. ഇതിൽ ഞാൻ ഡെബ്രീസ് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് ജാമായ ചെമ്മീനൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ QCയിൽ സെഗ്രിഗേറ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലത്തെ ഫുള്ളി പീൽ, അതായത് ഇങ്ങനെ ഇതിൻ്റെ ഹെഡ് ആൻഡ് ടെയിലും കളഞ്ഞ് ഫ്രഷായിട്ട് ഇങ്ങനെയുള്ള ഈ ഫുള്ളി കണ്ടീഷൻഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ഫൈനലി ഇതായിട്ട് വരുന്നത്. അതുപോലെ ആൻചോവീസിൻ്റെ കാര്യമാണെങ്കിലും ഇതാണ് ഡ്രൈഡ് ആയിട്ടുള്ള ആൻചോവീസ്. നിങ്ങൾക്കറിയാം എൻ്റെ ടെക്സ്റ്റ് കാണുമ്പോൾ അറിയാം, എൻ്റെ കളറ് കണ്ടോ, സൂചിക്കൊഴുവാണിത്. ഇത് നോർമൽ സൺ ഡ്രൈയിങ്ങിൽ ഈ കളറ് വരില്ല. ഇതിൻ്റെ ബ്രിട്ടിൽനെസ്സും അങ്ങനെ തന്നെ ഇതാവും. ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് ഡ്രൈയിങ് ആണ് അത്. ആ ബ്രൗണിഷ് യെല്ലോ ഷ്രിംപ് ആണെങ്കിൽ റെഡിഷ് പിങ്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു കളറിലേക്കാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈയിങ് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് ഡ്രൈയിങ്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നത്, ഇത് നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കി നേരെ QCയിലേക്ക് പോകും. QCയിൽ നിന്ന് അവർ സെഗ്രിഗേറ്റ് ചെയ്ത് ഹെഡ് ആൻഡ് ടെയിൽ എല്ലാം റിമൂവ് ചെയ്ത്, കൊഴുവടയാണെങ്കിൽ തല കളഞ്ഞ് നീറ്റായിട്ട് പാക്കിംഗ് റൂമിലേക്ക് വിടും. പാക്കിംഗ് റൂമിൽ നിന്നാണ് പിന്നെ ഡെലിവറി സെക്ഷനിലേക്ക് മാറുന്നത്. നമ്മുടെ പ്രിലിമിനറി QC കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റി QC റൂമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഇതാണ് ഇപ്പോൾ കാണുന്നത്. അവരെല്ലാവരും വർക്കേഴ്സ് എല്ലാവരും ഇത് ക്ലബ് ചെയ്ത് കണ്ടെയ്നറിലേക്ക് ആക്കി കണ്ടെയ്നറിൽ നിന്ന് സ്ട്രെയിറ്റ് QCയിലേക്ക് പോകും.
ഇത് നമ്മുടെ ഗ്യാസ് ഓപ്പറേറ്റഡ് ക്യാബിനറ്റ് ഡ്രയറാണ്. ഇതിൽ നമ്മൾ ഇന്ന് ഫീഡ് ചെയ്ത ഷ്രിംസിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷന് വേണ്ടി വന്നാണ്. ഞാൻ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഇത് ക്യാബിനറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ ട്രേസിലാണ് ഇത് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ട്രേസ് ബാലൻസ്ഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ പാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിൻ്റെ ബ്രിട്ടിൽനെസ് ചെക്ക് ചെയ്യും, അതിൻ്റെ കളറും ചെക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത് 100% ഓക്കെയാണ് ഈ പ്രോഡക്റ്റ്. ഇത് ഇനി നെക്സ്റ്റ് ഇത് നമ്മുടെ QC റൂമിലേക്കും അതുപോലെ നമ്മുടെ പീലിംഗ് റൂമിലേക്കുമാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്വാളിറ്റി അഷ്യൂർഡ് ആണ്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ റൂം. നമ്മുടെ പ്രോഡക്ട്സ് ഡ്രൈ ചെയ്ത ശേഷം ഈ റൂമിലാണ് വരുന്നത്. ഇവിടെ ചേച്ചിമാരെ ഞങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചിമാരാണ് ഇവിടെ ഓരോ പ്രോഡക്ട്സും ഡാമേജ് ഉള്ള പ്രോഡക്ട്സ് സെഗ്രിഗേറ്റ് ചെയ്യാനും അതുപോലെ ഹെഡ് ആൻഡ് ടെയിൽ റിമൂവ് ചെയ്യാനും കിള്ളിക്കഴിഞ്ഞ ശേഷം ആ പ്രോഡക്ട്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാനും ചെയ്യുന്ന ചേച്ചിമാരാണിത്. ഇപ്പോൾ പ്രോഡക്റ്റ് കിള്ളിയ പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് കളർ, ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് ഡ്രൈനെസ് ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി വരുന്നത് ആഫ്റ്റർ പീലിംഗ്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇതിന് ശേഷം ഇത് നേരെ പാക്കേജിംഗ് റൂമിലേക്ക് പോകുന്നു. നമുക്ക് നമ്മുടെ പാക്കേജിങ് സെക്ഷനിലേക്ക് പോയി വിസിറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മളുടെ പാക്ഡ് കണ്ടെയ്നേഴ്സ് ആണ്. നമ്മൾ ആഫ്റ്റർ QC ആൻഡ് വെരിഫിക്കേഷൻ ഇങ്ങനെയാണ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആണ്. ഈ കണ്ടെയ്നേഴ്സിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ഇത് ഡ്രൈഡ് ഷ്രിമ്പിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ ക്യാനിൽ വെച്ചേക്കുന്നത്, ബാരൽസിൽ വെച്ചേക്കുന്നതാണ്. എയർ ടൈറ്റ് കണ്ടെയ്നറായിട്ട് പ്രൊട്ടക്റ്റഡ് ഫ്രം എല്ലാ പെസ്റ്റും അറ്റാക്ക് ചെയ്യാതിരിക്കാനും എയർ ടൈറ്റ് കണ്ടെയ്നറിലും, പിന്നെ ഡ്രൈഡ് ആയത് കാരണം അതിൻ്റെ ക്വാളിറ്റി ഇൻഷുർ ചെയ്യാൻ വേണ്ടി എയർ ടൈറ്റ് ആയിരിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഓരോ ബാച്ചസും നമ്മൾ മെൻഷൻ ചെയ്യും, ഏത് പീരീഡിലാണ് ഉണ്ടാക്കിയതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നു. ബാച്ചസ് എല്ലാം എഴുതി ലേബിൾ ചെയ്യും. പ്രോഡക്റ്റിൻ്റെ മെഷറും ഇത് ഡ്രൈഡ് കൊഴുവ നമ്മൾ ഉണക്കി വെച്ചതാണ്. തലയും വാലും കളഞ്ഞ് നീറ്റായിട്ട് ഉണക്കി നമ്മൾ എല്ലാം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ലോഡ് ചെയ്യും. ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് നമ്മളുടെ പാക്കേജിങ്ങും അതേപോലെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 100 grams, 150 grams, 1/4 kilo, 1 kilo. ഇപ്പോൾ നമ്മളുടെ പാക്കേജിങ് നോക്കിയാൽ ഇത് 100 grams ഫ്രൈഡ് ഷ്രിംപ്, റോസ്റ്റഡ് ഷ്രിംസിൻ്റെ പാക്കേജിംഗ് ആണ്. ഇതിൽ ബാർകോഡിങ് ചെയ്യുന്നതും അതുപോലെ ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം ലേബിൾ ചെയ്ത് നീറ്റായിട്ട് പാക്ക് ചെയ്ത് സ്റ്റാൻഡിങ് പൗച്ചസിൽ ചെയ്യുന്ന. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ഓരോ മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ പാക്കേജിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈഡ് ഷ്രിംസ്, ഉണക്ക കൊഴുവ, റോസ്റ്റഡ് കൊഴുവ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റാഫ്. അത് ലേബിൾ ചെയ്ത് പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് സീൽ ചെയ്യുന്ന വിഷ്വൽ അതാണ് നിങ്ങൾ കാണുന്നത്. പാക്കേജിങ് 100 grams ഫ്രൈഡ് ഷ്രിംസ്, അതിൻ്റെ ബാർകോഡിങ്, അതിൻ്റെ ലേബിളിങ്, അതിൻ്റെ ബ്രാൻഡിങ് ഇങ്ങനെയാണ്. വിത്ത് ഹാർട്ട്, വിത്ത് ലവ് എന്നുള്ള ബ്രാൻഡിങ്ങും, പിന്നെ അതുപോലെ അതിൻ്റെ പ്രൈസിങ്, മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ അതിൻ്റെ ബാർകോഡിങ് എല്ലാം നമ്മളിവിടെ നിന്ന് തന്നെ ചെയ്ത് റെഡിയാക്കി ഷിപ്മെൻറ്റിന് വേണ്ടിയുള്ള സെക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. നിലവിൽ നമ്മുടെ കയ്യിൽ ഉള്ള 8 പ്രോഡക്ട്സ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഇത് നമ്മുടെ ഡ്രൈ ഷ്രിംപ് വിത്ത് ബാർകോഡ്, വിത്ത് ലേബിൾ, റെഡി ടു എക്സ്പോർട്ട്. ഇത് നമ്മുടെ ആൻചോവീസ്, കൊഴുവ, നാടൻ കൊഴുവ, വലിയ സൈസ് കൊഴുവയുണ്ട്, സൂചി കൊഴുവയുണ്ട്. നമ്മളുടെ പ്രത്യേക ബ്രാൻഡിങ് വിത്ത് ന്യൂട്രീഷണൽ ഫാക്ട്സ്,
അതുപോലെ QR കോഡ്. ഇത് QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഫാക്ടറിയുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണാവുന്നതാണ്. ഇത് ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി നല്ല ഫൈനായിട്ട് പൊടിച്ച ചെമ്മീൻ ചമ്മന്തി. ബ്രാൻഡിങ്, ലേബൽ, ബാർകോഡിങ്, പ്രൈസ് സ്റ്റിക്കറിങ്, എവറിത്തിങ് ഫുള്ളി റെഡി ടു എക്സ്പോർട്ട്. അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ സാർഡിൻസ്, ഡ്രൈ സാർഡിൻസ്. ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്ത സാർഡിൻസ് ആണ്. വിത്ത് ബ്രാൻഡിങ്, സ്റ്റിക്കർ, പ്രൈസിങ്, ബാർകോഡിങ്, സ്റ്റാൻഡിങ് പൗച്ചിൽ നീറ്റായിട്ട് സീൽ ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ്. പിന്നെ അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ ഫ്രൈഡ് അല്ലെ റോസ്റ്റഡ് ആൻചോവീസ്. ഇത് സൂചി കൊഴുവ റോസ്റ്റ് ചെയ്തതാണ്. റെഡി ടു ഈറ്റ് ഐറ്റംസ്. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഓഫ് കുക്കിംഗ് കാണാം. വിത്ത് ഓൾ ബ്രാൻഡിങ്, ലേബിൾസ്, ബാർകോഡിങ് ആൻഡ് പ്രൈസിങ്. പിന്നെ റോസ്റ്റഡ് ഷ്രിംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 100 grams പാക്കറ്റും 250 grams പാക്കറ്റും വിത്ത് ബ്രാൻഡിങ്, ലേബിളിങ്, ബാർകോഡിങ് എല്ലാം സെറ്റ്. ഫൈനലി നമ്മുടെ കോക്കനട്ട് ഓയിൽ, ബ്രാൻഡഡ്, ന്യൂട്രിഷണൽ ഫാക്ട്സ്, labeled properly, ready to cook. ഇത് 200 grams പാക്സ് ആണ്. ബാർകോഡ് ചെയ്ത് ലേബിൾസ്, മാനുഫാക്ചറിങ് ഡേറ്റും എല്ലാം പ്രൈസും എല്ലാം ഒട്ടിച്ച് ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ഇതിൻ്റെ അകത്ത് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി സീൽ ചെയ്ത് നീറ്റായിട്ട് പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ സ്റ്റോക്ക് ടേക്ക് എടുത്ത് നമ്മൾ അക്കൗണ്ട് ചെയ്യും. അതുപോലെ കൊഴുവ, വറുത്ത ചെമ്മീൻ, വറുത്ത കൊഴുവ, ചെമ്മീൻ അച്ചാറ്, വെളിച്ചെണ്ണ, വിനാഗിരി, ചാള ഉണക്കിയത്, നങ്ക ഉണക്കിയത്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പ്രോഡക്ട്സ്. ഫാക്ടറിയോട് ചേർന്ന് തന്നെ നമുക്കൊരു ഓയിൽ എക്സ്ട്രാക്ഷൻ യൂണിറ്റ് കൂടിയുണ്ട്, കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ഷൻ യൂണിറ്റ്. നമ്മൾ ഈ ലോക്കലി ഇവിടെയുള്ള ഫാമേഴ്സ്, കേരളത്തിൽ നിന്നുള്ള ഫാമേഴ്സിൻ്റെ തന്നെ റൈപ്പൻഡ് ആയിട്ടുള്ള കോക്കനട്ട് വാങ്ങിച്ചു, അത് ഡിയാസ്ക് ചെയ്തു, അത് കൊപ്രയാക്കി, നമ്മുടെ മെഷീൻസിൽ ഡ്രൈ ചെയ്ത് കൊപ്രയാക്കി, അത് എണ്ണ എക്സ്പെൽ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് കൊപ്ര ജസ്റ്റ് ടു സീ അതിൻ്റെ ക്വാളിറ്റി ഓഫ് കൊപ്ര നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ എണ്ണ തന്നെയാണ് ഞങ്ങളിവിടെ എക്സ്പെൽ ചെയ്ത് എടുത്ത ശേഷം ഇവിടുത്തെ റെഡി ടു ഈറ്റ് ഉണക്കച്ചെമ്മീനും അതുപോലെ ഉണക്ക കൊഴുവ വറുക്കാനും അതുപോലെ അച്ചാറുണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഈ കുതിരക്കോട് നിവാസികളാണ്. വെറും വീട്ടമ്മമാരായി വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനം വന്നതോടുകൂടി ഒരു വരുമാന മാർഗം ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ ഈ ഒരു ഫാമിലി പോലെയാണ് ഇവിടെ താമസിക്കുന്നത്. തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ഈ സ്ഥാപനം ഇവിടെ നൽകിയ ദൈവത്തിനും ഈ സ്ഥാപനത്തിൽ ഞങ്ങളെ ജോലിക്കാരെ തന്നെ ഞങ്ങൾ മുതലാളിക്കും ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഞങ്ങളുടെ 10 പേരടങ്ങുന്ന ടീം. ദിസ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ഗോർഡൻ ഫുഡ്സ്. ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. ഇവരില്ലാതെ ഞങ്ങളില്ല, ഗോർഡൻ ഫുഡ്സും ഇല്ല. താങ്ക് യു ഓൾ. നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? Experience the difference with Garden Foods. Taste the tradition, trust the process. Thank you.